മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അമ്മയുടെ മുൻപിൽ നിയോഗം വെച്ചതിന് ശേഷം എനിക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. എൻ്റെ പേര് ലില്ലി. ഞാൻ ചാലക്കുടി അടുത്തുള്ള കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഡിസംബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായതാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായി എനിക്ക് 2 മക്കളാണുള്ളത്. ആദ്യത്തെ മകൻ മെൻ്റലി റിട്ടയർഡാണ്. രണ്ടാമത്തെ മകൻ നോർമൽ. അവൻ ഗൾഫിൽ ജോലി ചെയ്തു വരുന്നു. അന്നേരം 28 വയസ്സ് മുതൽ അവന് വിവാഹാലോചന തുടങ്ങി. വിവാഹാലോചനകൾ വരുമ്പോൾ ഞങ്ങൾ മൂത്ത മകൻ്റെ കാര്യം ആദ്യം പറയും, പക്ഷേ പിന്നെ അവർ വിളിക്കില്ല. അങ്ങനെ കുറേ കല്യാണക്കാര്യങ്ങൾ വന്നു. ഞങ്ങൾ മടുത്തു. ഞങ്ങൾക്കൊക്കെ വിഷമമായി. അപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗമായി ഈ കാര്യം വെച്ചത്. പക്ഷേ എന്തിനു പറയുന്നു, കൊറോണ നാളിൽ തന്നെ ഉടനടി എൻ്റെ മകന് ഒരു വിവാഹാലോചന വരികയും ആ വിവാഹാലോചനയിൽ ഞങ്ങൾ ഈ കാര്യം ആദ്യം തന്നെ പറയുകയും അന്നേരം ഒരു കാര്യം ഉണ്ടായിരുന്നത്, അവരുടെ ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ് അച്ഛൻ ഞങ്ങളുടെ കൊരട്ടി പള്ളിയിലെ വല്യച്ഛനായിരുന്നു. ആ അച്ഛനോട് അവരത് പറഞ്ഞു. അച്ഛൻ വന്ന് അന്വേഷിച്ചു. അച്ഛന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ല, നല്ല കുടുംബമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ ആ കല്യാണം അച്ഛൻ തന്നെ അന്വേഷിക്കാൻ പറയുകയും മകൻ്റെ കല്യാണം നടക്കുവാനിടയാകുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊറോണ നാളിൽ ഗൾഫിൽ നിന്ന് വരിക വളരെ പ്രയാസമായിരുന്നു. പക്ഷേ അവന് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുകയും വരാൻ സാധിക്കുകയും അവൻ ആ കൊറോണ നാളിൽ തന്നെ വരികയും ചെയ്തു. വന്നു, അവൻ ക്വാറൻറ്റൈനിലിരുന്നു. അങ്ങനെ ജാനുവരി 27-ാം തീയതി ഈ കുട്ടിയെ പോയി കണ്ടു. ഫെബ്രുവരി 27-ാം തീയതി വിവാഹം നടക്കുകയും ചെയ്തു. വളരെ മനോഹരമായി നടന്നു. അതിനിടയിൽ ഒരു കാര്യമുള്ളത്, ഈ മകൻ കുറേ വിഷമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഒത്തിരി നന്ദി അമ്മയോട് പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ ഭർത്താവിന് 50 വർഷമായി പുകവലി ഉണ്ടായിട്ട്. ഞാൻ വിവാഹം കഴിച്ചു വന്നതിന് ശേഷം കുറേ ട്രൈ ചെയ്തു, ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. കുറേ പറഞ്ഞൊക്കെ നോക്കി, ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹം കിട്ടി. അതായത് എൻ്റെ ഭർത്താവിന് കാലിലൊരു വലിയ മുറിവ് സംഭവിച്ചു. അതായത് മരം മുറിക്കുന്ന ഒരു കട്ടർ ഉപയോഗിച്ചപ്പോൾ ആ കട്ടർ കൊണ്ടിട്ട് കാല് വലിയ മുറിവ് സംഭവിച്ചു. കാലിൻ്റെ അടി തുടങ്ങി കുറേ മുകൾ ഭാഗം വരെ ആ കട്ടർ കൊണ്ട് മുറിവ് സംഭവിച്ചു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, വെയിൻ കട്ടായിട്ടുണ്ടെന്നാണ് സംശയം. ഒപ്പം തന്നെ വലിയ ആഴത്തിലുള്ള മുറിവാണ്. അത് ആഴത്തിലുള്ള മുറിവാണ്, എല്ലിന് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്. എക്സ്റേ എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എൻ്റെ ഈ കഴുത്തിൽ ഞാൻ മാതാവിൻ്റെ കാശ്രൂപം ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അത് ഞാൻ അഴിച്ചെടുത്തിട്ട് അവിടെ വെച്ച് തന്നെ
മാതാവിനോട് ആ മുറിവിൽ വെച്ചിട്ട്, അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു നിൽക്കുകയാണ്, മുറിവിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് എക്സ്റേ എടുക്കുമ്പോൾ വെയിൻ കട്ടാവരുത്, എല്ലിനും ഒന്നും സംഭവിക്കരുത്, പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ, എക്സ്റേ കഴിഞ്ഞിട്ട് വേണം സ്കാൻ ചെയ്യാനെന്നാണ് പറഞ്ഞിരുന്നത്. എക്സ്റേ എടുത്തപ്പോൾ അതിൽ വെയിൻ കട്ടായിട്ടില്ല, അതുപോലെ തന്നെ എല്ലിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, അപ്പച്ചൻ ഇനി വലിച്ചാൽ വലിയ ആപത്തിലേക്ക് ചെന്ന് പെടുമെന്ന് പറഞ്ഞു. അറിയില്ല, എന്ത് അത്ഭുതമാണെന്ന് അറിയില്ല. എൻ്റെ ഭർത്താവ് ഇപ്പം വലിക്കണേ ഇല്ല, വലിക്കാനുള്ള എന്നോട് പ്രത്യേകം പറഞ്ഞു, ഞാൻ ഈ ഒരിക്കലും വലിക്കില്ല, ഈ വേദനയൊന്നും തിന്നാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഭർത്താവ് തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്തി. ഭർത്താവ് ഇപ്പോൾ അടുത്ത മാസം, ഇപ്പം നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത മാസം ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും വളരെ ഇൻട്രസ്റ്റാണ്. ഇപ്പോൾ കൊന്ത പിടിക്കില്ലായിരുന്നു, കൊന്ത എത്തിക്കുമ്പോൾ ഇപ്പോൾ കൊന്ത വരെ പിടിക്കും. അത് വലിയൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ എൻ്റെ ആങ്ങളയുടെ വീട് വിൽപ്പന, അത് ഇച്ചിരി കടത്തിലൊക്കെ ആയിരുന്നു ആങ്ങള. അപ്പോൾ പറമ്പും വീടും ഒന്ന് വിറ്റിട്ട് വേറൊരു സ്ഥലത്ത് വാങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു. നടക്കുന്നില്ല, എന്ത് ചെയ്താൽ നടക്കണില്ല. നല്ല സ്ഥലമാണ്, നല്ല വിലയ്ക്ക് പോകും, പക്ഷെ എല്ലാവരും ആഗ്രഹിച്ചിട്ട് പറയാണ് ചെറിയ വിലയ്ക്ക് വന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന് ഭയങ്കര വിഷമായി. പക്ഷെ ഞാനത് ഉടമ്പടിയിൽ ഒരു നിയോഗമായി വെച്ചിരുന്നു. എനിക്കറിയില്ല എവിടെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് അവൻ്റെ കോള് വരികയാണ്, ചേച്ചി പെട്ടെന്ന് നമ്മുടെ അടുത്തുള്ള തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലം ഞാൻ എടുത്തോളാം, നല്ല വിലയ്ക്ക് തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് എടുക്കുകയും അത് വിൽപ്പന നടത്തുകയും അതുപോലെ തന്നെ അവൻ വേറൊരു സ്ഥലം വാങ്ങുകയും വീട് വയ്ക്കുകയും സന്തോഷമായി കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് വേറൊരു അത്ഭുതം കൂടി നടന്നു. ആ കുട്ടി OET എഴുതിയൊരു കുട്ടിയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ UK സന്തോഷമായി കഴിയുകയാണ്. പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ പറയുവാനായിട്ട് സമയമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാറ്റിനും തിരുക്കുമാരനോടും അമ്മയോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.